നമസ്കാരം. കേരള സിലബസ് മാത്സ് കംപ്ലീറ്റ് ഗൈഡ് എന്ന ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. 9ാം ക്ലാസ്സിലെ ഗണിതശാസ്ത്രത്തിലെ അധ്യായം 2 പുതിയ സംഖ്യകൾ അതിൻ്റെ 6ാം വീഡിയോ ആണ് ഇത്. നമ്മൾ ഇന്ന് 25ാം പേജിലെ ഒന്നാമത്തെ ചോദ്യം സോൾവ് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ഇതാണ് നമ്മുടെ ചോദ്യം. ഏത് ഒറ്റസംഖ്യയെയും രണ്ട് പൂർണ്ണവർഗങ്ങളുടെ വ്യത്യാസമായി എഴുതാമെന്ന് 8ാം ക്ലാസ്സിൽ കണ്ടല്ലോ. ഇതുപയോഗിച്ച് 7 ചതുരശ്ര സെന്റിമീറ്റർ, 11 ചതുരശ്ര സെന്റിമീറ്റർ എന്നീ പരപ്പളവുകളുള്ള സമചതുരങ്ങൾ വരയ്ക്കുക. അവയുടെ വശങ്ങളുടെ നീളം എന്തൊക്കെയാണ്? അപ്പോൾ 8ാം ക്ലാസ്സിൽ പഠിച്ച ഒരു കാര്യം, ഏത് ഒറ്റസംഖ്യയെയും രണ്ട് പൂർണ്ണവർഗങ്ങളുടെ വ്യത്യാസമായി എഴുതാം. അപ്പോൾ നമുക്ക് ഏത് ഒരു ഒറ്റസംഖ്യയെയും 2n+1 എന്ന രൂപത്തിൽ എഴുതാം. ഏത് ഒറ്റസംഖ്യയെയും 2n+1 എന്ന രൂപത്തിൽ എഴുതാം. അതിനുള്ള കാരണം എന്താണ്? ഏതൊരൊറ്റ സംഖ്യയെയും 2 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ശിഷ്ടം 1 കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ n എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഒറ്റ സംഖ്യയെ 2 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ഹരണഫലമാണ്. ഓക്കെ, ഇവിടെ n എന്ന് പറയുന്നത് ഒറ്റ സംഖ്യയെ 2 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ഹരണഫലമാണ്. ഓക്കെ, ഇത് ഓർത്ത് വയ്ക്കുക. ഏതൊരൊറ്റ സംഖ്യയെ നമുക്ക് 2n+1 എന്ന രൂപത്തിൽ എഴുതാം. അപ്പോൾ ഉദാഹരണമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ 1 എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 1നെ 2 കൊണ്ട് ഹരിച്ചാൽ ഹരണഫലം എത്രയായിരിക്കും? 0 ആയിരിക്കും. ശിഷ്ടം എന്തായാലും 1 വേണം. ഇനി 3 എഴുതി നോക്കൂ. 2 ഇൻറ്റു 1+1. 5 2 ഇൻറ്റു 2+1. ഓക്കെ, ഇനി നമുക്കൊരു 21 എഴുതി നോക്കാം. അല്ല, നമുക്ക് വേണ്ട സാധനങ്ങൾ 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 2 ഇൻറ്റു 3+1. 7നെ 2 കൊണ്ട് ഹരിച്ചാൽ ഹരണഫലം 3. ഇനി 11 ആണെങ്കിലോ? 11നെ 2 കൊണ്ട് ഹരിച്ചാൽ 5 ആണ് ഹരണഫലം. 2 ഇൻറ്റു 5+1. അപ്പോൾ ഇവിടെ ഈ 0, 1, 2, 3, 5 ഇതൊക്കെയാണ് നമ്മുടെ n എന്ന് പറയുന്നത്. n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാച്ചുറൽ നമ്പർ, അതായത് എണ്ണൽ സംഖ്യയായിരിക്കും. ഓക്കെ, ഇനി ഒരു കാര്യം കൂടിയുണ്ട്. ഇത് നമുക്ക് മനസ്സിലായി. ഇനി 8ാം ക്ലാസ്സിൽ പഠിച്ച കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവുക. കൂടാതെ ഈ ഒറ്റ സംഖ്യയെ നമുക്ക് ഇവിടെ നമുക്ക് ഹരണഫലം കിട്ടിയല്ലോ. ഒറ്റ സംഖ്യയെ 2 കൊണ്ട് ഹരിച്ചാലുള്ള ഹരണഫലമാണ് n. അതിനോടുകൂടി 1 കൂട്ടിയതിൻ്റെ വർഗത്തിൽ നിന്നും ഈ ഹരണഫലത്തിൻ്റെ വർഗത്തെ കുറയ്ക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ഒറ്റ സംഖ്യ ആയിരിക്കും. കൂടാതെ ഒറ്റ സംഖ്യ n+1 സ്ക്വയർ മൈനസ് n സ്ക്വയർ എന്നെഴുതാം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പൂർണ്ണവർഗം എന്ന് പറയുമ്പോൾ സ്ക്വയർ ആയിട്ട് എഴുതണം, അത് വർഗമായി എഴുതണം.
അപ്പോൾ ഇവിടെ n+1 വർഗ്ഗമായും n വർഗ്ഗമായും എഴുതിയതിന് ശേഷം അത് തമ്മിലുള്ള വ്യത്യാസം, അതാണ് ഒറ്റസംഖ്യ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് നോക്കിയാലോ. ഇവിടെ നോക്കൂ, നമുക്ക് ഈ പറഞ്ഞ എല്ലാ ഉദാഹരണങ്ങളും നമുക്ക് എഴുതി നോക്കാം. ഒന്നിന് നമുക്ക് n+1 വർഗ്ഗം മൈനസ് n² ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇവിടെ n 0 അല്ലേ, 0+1 1² മൈനസ് 0². അതെത്രയാണ്? അത് 1 ആണ്. കാരണം 1 സ്ക്വയർ 1 ആണ്, 0-ൻ്റെത് 0 ആണ്, 1 0 പോയാൽ 1. ഇനി നമുക്ക് അടുത്ത ഒറ്റസംഖ്യ ആരാണ്? 3 ആണ്. 3നെ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് ആരാ? 1 ആണ്. അപ്പോൾ 1+1 2 വർഗ്ഗം മൈനസ് 1 വർഗ്ഗം. 2 വർഗ്ഗം 4, പിന്നെ 1 വർഗ്ഗം 1, ഇതിന്ന് കുറച്ചാൽ 3. അപ്പോൾ ശരിയാണ്. ഇനി 5 എഴുതി നോക്കൂ. 5 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ n എന്ന് പറയുന്നത് 2 ആണ്. 2+1 3 വർഗ്ഗം മൈനസ് 2 വർഗ്ഗം. 3 വർഗ്ഗം 9, 2 വർഗ്ഗം 4, 9 4 പോയാൽ 5. അപ്പോൾ ശരിയാണ്. ഇനി 7 നോക്കാം. n 3 ആണ്, അതുകൊണ്ട് n+1 4 എടുക്കണം. 4 വർഗ്ഗം മൈനസ് 3 വർഗ്ഗം. 4 വർഗ്ഗം 16 ആണ്. 7 വർഗ്ഗം 3 വർഗ്ഗം 9 ആണ്. വ്യത്യാസം 7. കറക്റ്റാണ്. ഓക്കെ, ഇനി 11 എഴുതി നോക്കൂ. 11 സമം n 5 ആണ്. അപ്പോൾ n+1 6. 6 വർഗ്ഗം മൈനസ് 5 വർഗ്ഗം. 6 വർഗ്ഗം 36, 5 വർഗ്ഗം 25, ഇത് കുറച്ചാൽ 11. ശരിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏത് ഒറ്റസംഖ്യയും 2n+1 എന്ന രൂപത്തിൽ എഴുതാം. n എന്ന് പറയുന്നത് ഒറ്റസംഖ്യയെ 2 കൊണ്ട് ഹരിച്ചാലുള്ള ഹരണഫലമാണ്. കൂടാതെ ഒറ്റസംഖ്യയെ n+1² മൈനസ് n² എന്നെഴുതാം. ഈ n എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, ഒറ്റസംഖ്യയെ 2 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ഹരണഫലമാണ്. ഓക്കെ, ഈ ഒരു ഐഡിയ നമുക്ക് അറിഞ്ഞിരിക്കണം. ഐഡിയ അല്ല, നിഗമനം. ഓക്കെ, ഇത് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ച കാര്യമാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? 7 ചതുരശ്ര സെൻറ്റിമീറ്ററും 11 ചതുരശ്ര സെൻറ്റിമീറ്ററും പരപ്പളവുകളുള്ള സമചതുരങ്ങൾ ഈ മെത്തേഡ് വെച്ച് കാണണം. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? 7, അതാണല്ലോ ആദ്യത്തെ ഒറ്റസംഖ്യ. അപ്പോൾ ഇവിടെ നമുക്ക് 7നെ നമുക്ക് എന്താണ്? 7നെ 2 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നത് 3 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 3+1 എന്ന് പറയുമ്പോൾ 4 ആണല്ലോ. 4² മൈനസ് 3² എന്ന് എഴുതാം. അതിവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി കൂടാതെ നമുക്കൊരു കാര്യം ചെയ്യാം. ഇനിയിപ്പോൾ അവിടെ ഇരുന്നോട്ടെ. ഇനി നമുക്ക് 11നെ എങ്ങനെ എഴുതാം? 11നെ 6² മൈനസ് 5² എന്നും എഴുതാം. ഓക്കെ, ഇനി ഇതിൽ നിന്നും നമുക്ക് വേറൊരു കാര്യം എഴുതാം. 7ന് നമുക്ക് വർഗ്ഗമൂലം വെച്ച് എങ്ങനെ എഴുതാം നോക്കാം. √7ൻ്റെ വർഗ്ഗമാണ് ആര്? √7ൻ്റെ വർഗ്ഗമാണ് 7. ഓക്കെ, അത് സമം 4² മൈനസ് 3². ഓക്കെ, ഇനി ഇതൊന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു സംഖ്യയുടെ വർഗ്ഗം എന്ന് പറയുന്നത് 2 സംഖ്യകളുടെ വർഗ്ഗത്തിൻ്റെ വ്യത്യാസമാണ്. ഇത് നമ്മൾ എവിടെയോ കേട്ടിട്ടുണ്ട്.
അതായത് ഇപ്പം നമ്മളൊരു മട്ടത്രികോണം എടുക്കാന്ന് വിചാരിച്ചു. ഒരു മട്ടത്രികോണം. ഈ മട്ടത്രികോണത്തിൽ വലിയ വശം കർണം. അതായത് കർണം 4ഉം ഇത് നമുക്ക് പാദാന്ന് വിചാരിക്കാം. പാദം 3ഉമാണെങ്കിൽ ലംബത്തിൻ്റെ നീളം എന്തായിരിക്കും? ലംബത്തിൻ്റെ വർഗം എന്ന് പറഞ്ഞാൽ കർണത്തിൻ്റെ വർഗം മൈനസ് പാദത്തിൻ്റെ വർഗമാണ്. അപ്പോൾ ഇത് √7. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ലംബത്തിൻ്റെ വർഗം സമം കർണത്തിൻ്റെ വർഗം മൈനസ് പാദത്തിൻ്റെ വർഗം എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇതിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാം? ഇതൊരു മട്ടത്രികോണത്തിൻ്റെ ഭാഗമാണ് എന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ ലംബത്തിൻ്റെ വർഗം സമം കർണത്തിൻ്റെ വർഗം മൈനസ് പാദത്തിൻ്റെ വർഗം ഈ രീതിയിൽ എഴുതാൻ പറ്റും. ഇവിടെ അപ്പോൾ നമുക്ക് ലംബം എത്രയായിരിക്കും? √7, കർണം 4ൻ്റെ വർഗമാണ്, പാദം 3 ഇങ്ങനെ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് 11നെ എങ്ങനെ എഴുതാം? 11 സമം 6² മൈനസ് 5² എന്ന് കിട്ടും. കാരണം 11നെ നമ്മൾ 2 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ഹരണഫലം 5ആണ് കിട്ടുന്നത്. ഓക്കെ, ഇനി ഈ 11 എന്ന് പറയുന്നത് ഇതിനോട് 1 കൂട്ടി ഇതിൻ്റെ വർഗം മൈനസ് ഇതിൻ്റെ വർഗമായിരിക്കും. അപ്പോൾ 6² മൈനസ് 5² എന്ന് കിട്ടും. ഓക്കെ, ഞാനിത് വളരെ സ്റ്റെപ്പായിട്ടാണ് പറയുന്നത്. വീഡിയോ നമുക്ക് എന്തായിരിക്കും, നീളം കൂടുതലായിരിക്കും. പക്ഷേ ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് ഇത്രയും സ്ലോ ആയി പോകുന്നത്. ഓക്കെ, ഇനി നേരത്തെ ചെയ്ത പോലെ 11 എന്ന് പറഞ്ഞാൽ √11 വർഗം സ്ക്വയർ, അതായത് 6² മൈനസ് 5² എന്ന് എഴുതാം. ഇവിടെ നമുക്ക് ഇതേപോലെ തന്നെ ലംബം √11 കർണം 6 പാദം 5 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഇനി നമ്മൾ ഒരു ത്രികോണം വെച്ചിട്ട് അതിൻ്റെ വശങ്ങളിൽ നമുക്ക് സമചതുരം വരച്ച് സമചതുരം വരയ്ക്കാൻ നമുക്ക് അറിയാം. ഓക്കെ, അപ്പോൾ നമുക്ക് അത് നോക്കാം. അപ്പോൾ നമുക്ക് ഇനി എന്താണ് വേണ്ടത്? 7 ചതുരശ്ര സെൻറ്റിമീറ്റർ ഉള്ള 7 ചതുരശ്ര സെൻറ്റിമീറ്റർ ഉള്ള സമചതുരം. 7 ചതുരശ്ര സെൻറ്റിമീറ്റർ സമചതുരം, അതാണ് നമുക്ക് ആദ്യം വരയ്ക്കേണ്ടത്. പിന്നെ നമുക്ക് എന്ത് വരയ്ക്കാനുണ്ട്? ഒരു 11 ചതുരശ്ര സെൻറ്റിമീറ്റർ ചതുരം വരയ്ക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതാദ്യം വരയ്ക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് 7 ചതുരശ്ര സെൻറ്റിമീറ്റർ സമചതുരം എങ്ങനെ വരയ്ക്കാം? ആദ്യം നമുക്ക് ഈ ത്രികോണം വരയ്ക്കാം. ഈ ത്രികോണം വരയ്ക്കാൻ ആദ്യം നിങ്ങൾ 3 സെൻറ്റിമീറ്ററിൽ ഒരു പാദം വരയ്ക്കുക. അപ്പോൾ സ്കെയിൽ ഉപയോഗിച്ച് 3 സെൻറ്റിമീറ്ററിൽ എന്ത് ചെയ്യുക? ഒരു പാദം വരയ്ക്കുക. ഓക്കെ, ഇത് 3 സെൻറ്റിമീറ്റർ ആയിരിക്കണേ. അപ്പോൾ ഇതിൻ്റെ എൻഡ് പോയിന്റ്സ്, അതായത് അഗ്രബിന്ദുക്കൾ എയും ബിയും എന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? ലംബം √7 ആണ്, അത് നമുക്ക് സ്കെയിലിൽ എടുക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ഇവിടെ ഒരു ലംബം വരയ്ക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? എ ബി വശമായി എയിൽ പ്രൊട്ടാക്ടർ വെച്ച് ഒരു ലംബം വരയ്ക്കുക. ഓക്കെ, അപ്പോൾ എയിൽ പ്രൊട്ടാക്ടർ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എങ്ങനെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ബിന്ദു കിട്ടും. അത് വെച്ചിട്ട് എന്ത് ചെയ്യുക? ഒരു ലംബം വരയ്ക്കുക.
90 ഡിഗ്രിയിലായിരിക്കണേ. അപ്പോൾ ഇങ്ങനെയാണ് കിട്ടുന്നതെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ പ്രൊട്രാക്ടറിൽ ചിലപ്പോൾ ഇവിടെ ആയിരിക്കും നമുക്ക് ആ ബിന്ദു വരുന്നത്. അപ്പോൾ ഈ എയും ഇതും കൂടിയിട്ട് നീട്ടി വരച്ചു. ഓക്കെ, ഇനി നമുക്ക് കർണത്തിൻ്റെ വില 4 എന്നറിയാം. അപ്പോൾ നിങ്ങൾ കോമ്പസിൽ എന്ത് ചെയ്യുക? കോമ്പസിൽ 4 സെൻറ്റിമീറ്റർ എടുത്തു വയ്ക്കുക. എന്നിട്ട് ബിയിൽ കുത്തിയിട്ട് എന്ത് ചെയ്യുക? ഈ ലംബത്തിനെ കട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു ചാപം വരയ്ക്കുക. അപ്പോൾ ആ ചാപം വരയ്ക്കുന്ന സമയത്ത് അത് ഇവിടെയാണ് കട്ട് ചെയ്തതെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു ബിന്ദുവിനെ മാർക്ക് ചെയ്യാം. ഈ ഒരു ബിന്ദുവായിരിക്കും നമ്മുടെ സി എന്ന് പറയുന്ന ബിന്ദു. ഇനി എന്ത് ചെയ്യണം? ബിയും സിയും കൂട്ടി യോജിപ്പിക്കുക. അപ്പോൾ ബിയും സിയും കൂട്ടി യോജിപ്പിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? കർണം 4 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? ഈ എ സി ആണ് നമ്മുടെ മൂന്നാമത്തെ വശം. അത് ലംബം √7. അത് നമ്മൾക്ക് ഓട്ടോമാറ്റിക്കലി √7 തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ √7 നമുക്ക് എന്താണ് സ്കെയിലിൽ അളന്നെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ രീതി ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി ബാക്കിയുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? മായ്ച്ചു കളയാം. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് എന്താണ്? √7 സെൻറ്റിമീറ്റർ വശം വരുന്ന ഒരു സമചതുരം വരയ്ക്കണം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി എന്ത് ചെയ്യാം? അപ്പോൾ നമുക്ക് ഈ എ സി വശമാക്കി എയിൽ കുത്തി പ്രൊട്രാക്ടർ ഉപയോഗിച്ച് ഒരു 90 ഡിഗ്രിയിൽ എന്ത് ചെയ്യുക? ഇടത്തോട്ട് ഒരു വര വരയ്ക്കുക. അല്ലെങ്കിൽ എളുപ്പമായി നമുക്ക് ചെയ്യാം. ഈ ബി എ എന്ന് പറയുന്ന വരേനെ ഇടത്തോട്ടേക്ക് നീട്ടി വരച്ചാലും മതി. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ നമ്മൾ ഈ എ സി എന്ന് പറയുന്ന വശം വരുന്ന രീതിയിൽ സിയിൽ കുത്തിയിട്ട് 90 ഡിഗ്രി പ്രൊട്രാക്ടർ എടുക്കുക. എന്നിട്ട് ഒരു ബിന്ദു മാർക്ക് ചെയ്യുക. അതിലൂടെ എന്ത് ചെയ്യുക? നമുക്ക് ഒരു വര വരയ്ക്കാം. അപ്പോൾ ഇവിടെയാണ് അത് കിട്ടിയെന്ന് വിചാരിച്ചോ. എന്നിട്ട് എന്ത് ചെയ്യുക? ഇങ്ങനെ നീട്ടി വരയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്തായിരിക്കും? ഇത് 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അതേപോലെ ഇതും എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇനി എ സി എന്ന് പറയുന്ന നീളം നിങ്ങൾ കോമ്പസിൽ അളന്നെടുക്കുക. എന്നിട്ട് എയിൽ കുത്തിയിട്ട് എന്ത് ചെയ്യണം? ഈ വരയിൽ എവിടെയാണ് വരുന്നത് നോക്കിയിട്ട് മാർക്ക് ചെയ്യുക. ഇവിടെയെന്ന് വിചാരിച്ചു. ഓക്കെ, അതേപോലെ സിയിൽ കുത്തിയിട്ട് ഇവിടെ മാർക്ക് ചെയ്യുക. ഈ വരയിൽ മാർക്ക് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് ഇതിനെന്ത് കൊടുക്കാം? ഡി എന്ന് പേര് കൊടുക്കാം. ഇതിന് ഇ എന്ന് പേര് കൊടുക്കാം. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? ഡിയും ഇയും തമ്മിൽ സ്കെയിൽ ഉപയോഗിച്ച് വരയ്ക്കുക. അപ്പം നമുക്ക് ഡിയും ഇയും സ്കെയിൽ ഉപയോഗിച്ച് വരയ്ക്കുക. ഇപ്പൊ നമുക്ക് കിട്ടുന്ന സമചതുരം ഏതായിരിക്കും? എ സി സി ഡി ഡി ഇ ഇ എ ഇങ്ങനെ ഒരു സമചതുരം കിട്ടും. ഈ സമചതുരത്തിന്റെ പരപ്പളവ് വിസ്തീർണം എന്ന് പറയുന്നത് 7 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇതിന്റെ ഓരോ വശവും √7 ആയിരിക്കും. ഓക്കെ, ഇവിടെ √7 ആയിരിക്കും, ഇതും √7 ആയിരിക്കും, ഇതും √7 ആയിരിക്കും. ഇത് ഓൾറെഡി √7 എന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായില്ലേ? ഇനി നമുക്ക് 11 ചതുരശ്ര സെൻറ്റിമീറ്ററിന്റെ ചതുരം കൂടി വരച്ചാലോ? അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? 11 ചതുരശ്ര സെൻറ്റിമീറ്ററിന്റെ ചതുരമാണ് നമുക്ക് വരയ്ക്കേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് പാദം വരയ്ക്കാം. പാദം 5 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് 5 സെൻറ്റിമീറ്ററിൽ ഒരു പാദം വരയ്ക്കുന്നു. ഓക്കെ, ഇത് 5 സെൻറ്റിമീറ്റർ. ഇതിന് നമുക്ക് എന്ത് കൊടുക്കാം? പി ക്യു എന്ന് പേര് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് എന്താ വേണ്ടത്? ഒരു ലംബം വരയ്ക്കണം. ക്യൂവിൽ നിന്നും ഒരു ലംബം വരയ്ക്കുക. അപ്പോൾ ക്യൂവിൽ എന്ത് ചെയ്യണം?
ഒരു പ്രൊട്രാക്ടർ വെച്ച് ഇവിടെ 90 ഡിഗ്രി എടുത്ത് ഇവിടെ ഒരു ബിന്ദു മാർക്ക് ചെയ്യുക, അതിലൂടെ ഒരു ലംബം വരയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ലംബം എന്ന് വിചാരിക്കുക. ഓക്കെ, നിങ്ങൾ വരയ്ക്കുന്ന സമയത്ത് കുറച്ചുകൂടി ക്ലിയർ ആയി കിട്ടും, കാരണം ഞാനിവിടെ വരയ്ക്കുന്ന സമയത്ത് അത് റഫായിട്ടാണ് വരിക. ഓക്കെ, പക്ഷെ എന്നാലും ഏകദേശം ശരിയായിരിക്കും. ഇനി നമുക്ക് ഇത് എന്താണ്, 90 ഡിഗ്രിയാണ്, ഇത് 90 ഡിഗ്രി. ഇനി നമുക്ക് എന്ത് വേണം, കർണത്തിന്റെ നീളം 6 ആണെന്ന് നമുക്ക് അറിയാം. അപ്പൊ എന്ത് ചെയ്യുക, 6 സെന്റിമീറ്റർ നിങ്ങൾ കോമ്പസിൽ എടുത്ത് പിയിൽ കുത്തിയിട്ട് ഇതിൽ കട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു ചാപം വരയ്ക്കുക. അപ്പൊ നമുക്കത് ഇവിടെയാണ് കിട്ടുന്നത് വിചാരിച്ചു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആ കൂട്ടിമുട്ടുന്ന ബിന്ദു മാർക്ക് ചെയ്യുക. അതാണ് നമ്മുടെ മൂന്നാമത്തെ പോയിന്റ്, 6 എന്ന് മാർക്ക് ചെയ്യുക. ഇനി പിയും 6ഉം വരയ്ക്കുക. പിയും 6ഉം നമ്മൾ കൂട്ടി യോജിപ്പിക്കുകയാണ്. അപ്പോൾ എന്ത് കിട്ടും, സ്കെയിൽ ഉപയോഗിച്ച് പിയും 6ഉം കൂട്ടി യോജിപ്പിച്ചു. ഇനി ബാക്കി വരുന്നത് നമ്മൾ എന്ത് ചെയ്യണം, കളയാണ്. ഓക്കെ, ബാക്കിയുള്ളത് നമ്മൾ എന്ത് ചെയ്തു, ഇറേസ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇത് 5 ആണ്, കർണം 6 ആണ്. അപ്പൊ നമ്മുടെ പൈത്തഗോറസ് സിദ്ധാന്തം ഉപയോഗിച്ച് ലംബം നമുക്ക് ഇവിടെ √11 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഈ വശം വരുന്ന സമചതുരം വേണം. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഈ വരേനെ വലത്തോട്ടേക്ക് നീട്ടുക, അല്ലെങ്കിൽ ക്യൂവിൽ വെച്ച് RQ എന്നുള്ള വശവും Q എന്ന് പറയുന്ന ബിന്ദുവിൽ വെച്ച് പ്രൊട്രാക്ടർ വെച്ച് 90 ഡിഗ്രിയിൽ ഒരു വര വരയ്ക്കുക. ഓക്കെ, ഇനി എന്ത് വേണം, ആറിൽ നിന്നും നമ്മൾ ഒരു 90 ഡിഗ്രിയിൽ ഒരു വര വരയ്ക്കണം. അപ്പോൾ QR എന്ന് പറയുന്ന വശവും R എന്ന് പറയുന്ന ബിന്ദുവും വെച്ച് പ്രൊട്രാക്ടർ, R എന്നുള്ള ബിന്ദുവിൽ പ്രൊട്രാക്ടർ വെച്ച് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ബിന്ദു ഇവിടെ മാർക്ക് ചെയ്യുക. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു വര വരയ്ക്കാം. ഇനി എന്ത് ചെയ്യണം, കോമ്പസിൽ QR എന്ന് പറയുന്ന വശത്തിന്റെ നീളം √11 അതെടുക്കുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഈ വരയിൽ എവിടെയാണ് അത് വരുന്നത് നോക്കുക. അപ്പോൾ കോമ്പസിന്റെ ഒരു അറ്റം ഇവിടെ വെച്ച് നമ്മുടെ പെൻസില് എവിടെയാണോ ഇവിടെ ഒരു ചെറിയ ചാപം വരയ്ക്കുക. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടുമെന്ന് വിചാരിക്കാം. അതേപോലെ ക്യൂവിൽ വെച്ച് അതേ അളവിൽ അടുത്ത പോയിന്റ് മാർക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ചതുരത്തിന്റെ എല്ലാ പോയിന്റും കിട്ടി. QR, ഈ പോയിന്റ് S ആണെന്ന് വിചാരിക്കാം, ഈ പോയിന്റ് T ആണെന്ന് വിചാരിക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, സ്കെയിൽ ഉപയോഗിച്ച് എസും ടിയും തമ്മിൽ യോജിപ്പിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ഇതാ QR RS ST TQ, ഇങ്ങനെ ഒരു സമചതുരം കിട്ടും. ഈ സമചതുരത്തിന്റെ പരപ്പളവ് എന്തായിരിക്കും, 11 ആയിരിക്കും. വശങ്ങളുടെ നീളം √11 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്, സമചതുരം വരയ്ക്കേണ്ടത്. ഇനി ചോദ്യത്തിൽ ഒരു കാര്യം കൂടി ചോദിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മൾ സമചതുരങ്ങൾ വരച്ചു, അവയുടെ വശങ്ങളുടെ നീളം എന്തൊക്കെയാണ്? അപ്പോൾ അത് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു. 7 ചതുരശ്ര സെന്റിമീറ്റർ പരപ്പളവുള്ള സമചതുരത്തിന്റെ വശത്തിന്റെ നീളം √7 ആണ്. 11 ചതുരശ്ര സെന്റിമീറ്റർ പരപ്പളവുള്ള സമചതുരത്തിന്റെ നീളം √11 ആണ്. ഓക്കെ, അതാണ് അടുത്തതായിട്ട് നമുക്കവിടെ എഴുതി വെക്കാനുള്ളത്. 7 ചതുരശ്ര സെന്റിമീറ്റർ പരപ്പളവുള്ള സമചതുരത്തിന്റെ വശത്തിന്റെ നീളം √7
സെന്റിമീറ്ററും പിന്നെ 11 ചതുരശ്ര സെന്റിമീറ്റർ പരപ്പളവുള്ള സമചതുരത്തിന്റെ വശത്തിന്റെ നീളം √11 ആണ്. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം അറിയാം. എന്താണ്? നമ്മൾ നേരത്തെ പഠിച്ച കാര്യമാണ്. അതായത് നമുക്ക് എക്സ് എന്നെടുക്കാം. എക്സ് ചതുരശ്ര മീറ്റർ പരപ്പളവുള്ള സമചതുരത്തിന്റെ വശത്തിന്റെ നീളം, ഇതിന്റെ വർഗമൂലം √x. ഇവിടെ ചതുരശ്ര മീറ്റർ ആണെങ്കിൽ ഇവിടെ മീറ്റർ. ഓക്കെ, ഇവിടെ ചതുരശ്ര സെന്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ സെന്റിമീറ്റർ. ഇവിടെ ചതുരശ്ര കിലോമീറ്റർ ആണെങ്കിൽ ഇവിടെ കിലോമീറ്റർ. √x മീറ്റർ ആയിരിക്കും. അപ്പൊ ഇത് നിങ്ങൾ എന്ത് ചെയ്യേണ്ടതാണ്? ഓർത്ത് വെക്കേണ്ടതാണ്. അപ്പൊ പരീക്ഷയ്ക്ക് ചിലപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ മാർക്കിന് ഉള്ള ഒരു ചോദ്യമായിട്ട് ഇത് ചോദിക്കാം. അതുകൊണ്ട് ഇത് ഓർത്ത് വെക്കുക. ഓക്കെ, ഈ ഫോർമുല ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതിസംഖ്യ എക്സ് വരുന്നു. അതിസംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് നമ്പേഴ്സ്, എണ്ണൽ സംഖ്യകൾ. അപ്പൊ എക്സ് അതിസംഖ്യ പരപ്പളവുള്ള സമചതുരത്തിന്റെ വശത്തിന്റെ നീളം അതിസംഖ്യയുടെ വർഗമൂലം ആയിരിക്കും. ഓക്കെ, അത് ഓർത്ത് വെക്കുക. അപ്പോൾ ഈ ചോദ്യം ക്ലിയർ അല്ലേ? ഇതുപോലത്തെ ചോദ്യം വന്നു കഴിഞ്ഞാൽ എളുപ്പത്തിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതും എന്ത് ചെയ്യണം? ഓർത്ത് വെക്കണം. ഏതൊറ്റ സംഖ്യയും നമുക്ക് 2n+1 എന്നുള്ള രൂപത്തിൽ എഴുതാം. n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എണ്ണൽ സംഖ്യ ആയിരിക്കും. ഇനി നമുക്ക് എന്താണ്? ഏതൊരൊറ്റ സംഖ്യയും നമുക്ക് n+1 സ്ക്വയർ മൈനസ് n² എന്നുള്ള രണ്ട് പൂർണ്ണവർഗങ്ങളുടെ വ്യത്യാസമായിട്ട് എഴുതാം. ഇതിൽ n എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒറ്റ സംഖ്യേനെ 2 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ഹരണഫലമാണ്. ഓക്കെ, അപ്പോൾ ഈ ചോദ്യം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോയുടെ ലെങ്ത് കൂടാനുള്ള കാരണം നമ്മളിവിടെ സ്റ്റെപ്സ് എല്ലാം തന്നെ എഴുതി മെല്ലെയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് വീഡിയോയുടെ ലെങ്ത് കൂടുന്നത്. ഓക്കെ, പക്ഷേ അത് നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മനസ്സിലാക്കാൻ ഇത് എളുപ്പമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ രണ്ടാമത്തെ ചോദ്യം ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അതേപോലെ തന്നെ ഇത് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം തന്നെ ഷെയർ ചെയ്യുക. കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടുക. ഞാൻ സമയം കിട്ടുമ്പോൾ അതിന് മറുപടി നൽകുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. താങ്ക് യു.